വാർത്തയിലേക്ക് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ സന്ദർശനം നടത്തി തർക്കസ്ഥലത്തെ ഇരകളുമായി സംസാരിച്ചു. സബ് കളക്ടർ മീര, പള്ളിപ്പുറം കുഴുപ്പള്ളി വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. മുനമ്പം പ്രശ്നത്തിൽ വഖഫ് ബോർഡിന്റെ ഭാഗം കേട്ട ശേഷം ഹിയറിംഗ് തുടങ്ങുമെന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അറിയിച്ചു. ജനുവരി 10-ന് ശേഷം കളക്ടറേറ്റിലാകും ഹിയറിംഗ്. റിപ്പോർട്ട് സർക്കാരിന് അടുത്ത മാസം നൽകുമെന്നും ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ വ്യക്തമാക്കി. ഹിയറിങ്ങിനായിട്ട് കളക്ടറേറ്റ് വയ്ക്കും. ഇവരുടെ അസോസിയേഷനുണ്ട്, അതുപോലെ എല്ലാ സംഘടനകളെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കും. അവിടെ വരുന്നവരെ എല്ലാം കേൾക്കും. റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം കൊടുക്കുന്ന ഗവൺമെൻറ് പറഞ്ഞേക്കണേ, അത് കൊടുക്കാൻ ഒക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഖഫ് ബോർഡിനും ഫറൂഖ് കോളേജിനെയും പിന്നെ ഈ ഇവിടുത്തെ താമസക്കാരെ എല്ലാം കേൾക്കും. ഇനി പ്രധാനമായിട്ട് തരാനുള്ളത് വഖഫ് ബോർഡാണ്. പോക്കുവരവ് ആധാരമുള്ളവരുടെ വസ്തുവെല്ലാം പോക്കുവരവ് നടത്തും. പക്ഷേ അത് കോടതി കേസ് നടക്കുന്നതുകൊണ്ട് തൽക്കാലം എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടാണ് കരം മേടിക്കാത്തതും പോക്കുവരവ് നടത്താത്തതും. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഈ സമരം തുടങ്ങിയതിനു ശേഷം സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ ആദ്യ സിറ്റിംഗ് ആണ്, ആദ്യ സന്ദർശനമാണ് ഈ പ്രദേശത്ത്. എന്തൊക്കെയാണ് അവർ കണ്ടു മനസ്സിലാക്കിയത്? ഈ പ്രദേശവാസികളെയൊക്കെ കണ്ടോ? എന്താണ് എന്തെങ്കിലും ആശ്വാസകരമായൊരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിലയിരുത്തലുകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടോ? രഞ്ജിത്ത്, മുനമ്പത്ത് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത്. അതുകൊണ്ട് തന്നെ ആദ്യമായി അദ്ദേഹം ചെയ്തത് അവിടുത്തെ പ്രശ്നബാധിതമായുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അതുമായി കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുമായി സംവദിക്കുകയുമായിരുന്നു. അവരുമായി സംവദിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരായ ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടത്. അതായത് വഖഫ് ഭൂമിയുടെ ഈ വഖഫിന്റെ ഈ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വഖഫ് ബോർഡിനും വഖഫ് സംരക്ഷണ സമിതിക്കും അതുപോലെ ഫറൂഖ് കോളേജിനും മുനമ്പത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രതിനിധികൾക്കും ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് പ്രകാരം ജനുവരി 10-ന് ഇതുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികൃതർ, അതായത് സബ് കളക്ടർ K മീര, അതുപോലെ 2 വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. അതായത് കടൽ എടുത്ത ശേഷം ഉണ്ടായിരിക്കുന്ന ബാക്കി ഭൂമി എത്രയാണ്, ഇതിൽ വെള്ളക്കെട്ട് എത്രയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി കമ്മീഷൻ പരിശോധിച്ചു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഭൂമി ഈ സന്ദർശനം നടത്തിയ ശേഷം വേളാങ്കണ്ണി പള്ളിയിൽ, അതായത് ഈ നിരാഹാരം ഇരിക്കുന്ന പള്ളിയുടെ സമീപത്തെത്തിയാണ്, അവിടെ വെച്ചിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ കൂടുതൽ ആളുകളുമായി സംവദിച്ചത്. അവിടെ വെച്ച് ആളുകളെ കേൾക്കുകയും അദ്ദേഹം ക്ഷമാപൂർവ്വം എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് കമ്മീഷൻ മുനമ്പത്ത് നിന്നും പോയിട്ടുള്ളത്. എന്തായാലും മുനമ്പത്തുകാർ ഈ ഒരു ദിവസത്തിന് വേണ്ടി, അതായത് അവരുടെ പ്രതീക്ഷ അങ്ങേയറ്റം അർപ്പിക്കുന്ന ഒരു തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നും ഈ നീക്കങ്ങൾ ഉണ്ടാക്കുന്നത്. പറയാനുള്ളതൊക്കെ അവർ പറയുകയും കേൾക്കാനുള്ളതൊക്കെ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കേൾക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വഖഫ് ഭൂമി അവകാശവാദം ഉന്നയിച്ച വിവിധയിടങ്ങളിൽ കമ്മീഷൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ വഖഫിന്റെ മറുപടിക്കായി, അതായത് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനെ കാത്തിരുന്ന ശേഷം വഖഫ് ബോർഡിന്റെ മറുപടി കിട്ടിയ ശേഷം കൂടി ഈ മുനമ്പത്തെ സിറ്റിംഗ് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എറണാകുളം കളക്ടറേറ്റിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. ജനുവരി 10-ന്, അതായത് ഫെബ്രുവരിയോട് കൂടി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമാക്കി റിപ്പോർട്ട് നൽകാനും ശുപാർശകൾ നൽകാനും കഴിയുമെന്നാണ് കമ്മീഷൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ കമ്മീഷന്റെ ചില വിലയിരുത്തലുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഇവർക്ക് വേണ്ട ശാശ്വതമായ പരിഹാരമാണ് റവന്യൂ ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊക്കെ കമ്മീഷന്റെ സന്ദർശനത്തിന്റെ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു ചെന്നു എന്നുള്ളതാണ്. ഇവരുടെ എല്ലാവരുടെയും ആവലാതികൾ കേൾക്കാൻ കമ്മീഷൻ തയ്യാറായോ? ഇവരുടെ പ്രതിനിധികളാണോ കണ്ടത്? അങ്ങനെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ഈ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും സമരമുഖത്താണല്ലോ. ആ പ്രദേശത്തും കമ്മീഷൻ എത്തിയോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, പ്രദേശത്ത് എല്ലാ ഇടങ്ങളിലും, അതായത് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളാണെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും, അതായത് ആവലാതികൾ പറഞ്ഞ ആളുകളൊക്കെ ഈ പ്രതിനിധികളായിരുന്നില്ല, സമരപന്തലിൽ അല്ലെങ്കിൽ നിരാഹാരം ഇരുന്നവരായിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മീഷന് വളരെ അധികം സമയം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി കമ്മീഷൻ ചെലവഴിച്ചിട്ടുണ്ട്. ആദ്യം പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം മുനമ്പത്തെ, അതായത് ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയപ്പോൾ വെള്ളക്കെട്ട് എത്രയാണ്, അതല്ലെങ്കിൽ ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം,
കടലെടുത്തു പോയ ഭൂമി എത്രയാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് കടലെടുത്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ നിലവിൽ ഈ ഇതിന്റെ ഉടമസ്ഥാവകാശമുള്ളത്, ഉടമസ്ഥാവകാശത്തിൽ രേഖകൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ സബ് കളക്ഷനുമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ പുരയിടം എന്ന് രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ, അക്കാര്യത്തിൽ തന്നെ ഒരു അനാലിസിസ് വേണമെന്ന് സബ് കളക്ടറോട് പറയുകയുണ്ടായി. കാരണം വെള്ളക്കെട്ടും തന്നെ പുരയിടമായി രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകളും അതിനകത്തുണ്ടെന്ന് സബ് കളക്ടർ സമയത്ത് സംസാരിക്കുകയുണ്ടായി. അതിലകത്തും കൃത്യമായിട്ട് അത് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം മാറും എന്ന് സബ് കളക്ടർ പറഞ്ഞിരുന്നെങ്കിൽ പോലും പ്രശ്നബാധിത പ്രദേശമാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് ഒരു കൃത്യത വേണം. അതുകൊണ്ട് അതിലൊരു അനാലിസിസ് വേണം, അതിലൊരു റിപ്പോർട്ട് വേണമെന്ന് സബ് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ആണ് ഈ പ്രതിനിധികളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മുനമ്പത്തെ സമരപ്പന്തലിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് നിരവധി ആളുകളാണ് അദ്ദേഹത്തോട് വിവാഹകാര്യമാണെങ്കിലും അതല്ലെങ്കിൽ രോഗവിവരങ്ങളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്ക്, അതായത് റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടേണ്ടുന്ന സാഹചര്യം നിരത്തി അവരുടെ അവസ്ഥ നിരത്തിക്കൊണ്ട് തന്നെ അങ്ങേയറ്റം അവരുടെ ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം സഹതാപത്തോടെ അല്ലെങ്കിൽ ആ തരത്തിൽ അവര് അവതരിപ്പിക്കുകയും മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യത്തെ സന്ദർശനത്തെ അങ്ങേയറ്റം പ്രതീക്ഷയോടെയാണ് മുനമ്പൻ ജനത കാണുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കമ്മിറ്റി ഈ സന്ദർശനത്തിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ജനുവരി 10 കൂടി അതിന് ഈ സിറ്റിംഗ് ഹിയറിംഗ് തുടങ്ങാനാണ് തീരുമാനം എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വഖഫ് ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി നൽകാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫ് ബോർഡിനും വഖഫ് സംരക്ഷണ സമിതിക്കും അതുപോലെ മുൻപത്തെ പ്രതിനിധികൾക്കും ഫറൂഖ് കോളേജിന്റെ അധികൃതർക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ജുഡീഷ്യൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ വഖഫ് ബോർഡ് ഇതുവരെ മറുപടി നൽകിയില്ല. മറുപടിക്ക് ശേഷം ജനുവരി 10 കൂടിയിട്ട് ഈ ഹിയറിംഗ് ആരംഭിക്കാൻ കഴിയും. അത് മാത്രം, അതിനുശേഷം ഫെബ്രുവരിയോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രതീക്ഷ. ഈ കാര്യത്തിൽ, അതായത് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകുന്ന കാര്യത്തിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. വഖഫ് ബോർഡിനെ പറ്റിയുള്ള അവരുടെ കൺസേണിനെ പറ്റി അത് അവരുടെ കൺസേൺ അവരെ അഡ്രസ് ചെയ്താൽ മതി, എന്റെ കൺസേൺ അതല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം അങ്ങനെ പറയുകയുണ്ടായി. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യ സന്ദർശനം ഈ മേഖലയിൽ, തർക്ക മേഖലയിൽ കമ്മീഷന്റെ ആദ്യ സന്ദർശനം ഉണ്ടായി എന്നത് പ്രധാനമാണ്. ഒരു മാസത്തിനുള്ളിൽ സർക്കാർ റിപ്പോർട്ട് നൽകുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്.